കണ്ട കുറച്ച് പേരൊക്കെ എന്നെ വാരുന്നുണ്ടായിരുന്നു, അതല്ല ഞാനാണ്. ഞങ്ങളിവിടെ US വന്നിട്ട് ഇപ്പം 5 കൊല്ലമായി. ഇവിടെ നമ്മൾ മിസോറി സിറ്റിയിലാണ് വീട്. പിന്നെ നാട്ടില് മുണ്ടക്കയത്താണ് ഞങ്ങളുള്ളത്. മുണ്ടക്കയത്ത് CSI ചർച്ചിലെ ഹോളി ട്രിനിറ്റി CSI ചർച്ച് എന്ന് പറയുന്ന ചർച്ചിലെ മെമ്പേഴ്സായിരുന്നു ഞങ്ങള്. പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മുടെ സെന്റ് തോമസ് CSI ചർച്ചിലെ മെമ്പറാണ്. പിന്നെ ഇവിടെ ഞാനും എൻ്റെ അപ്പനെയും അമ്മയാണുള്ളത്. അപ്പയുടെ പേര് ജോയ്, അമ്മയുടെ പേര് സിസി. അവർ രണ്ടുപേരുണ്ടാക്കി. കല്യാണം കഴിച്ച പേടിക്കണ്ട. ആരും ഒരു അവസരം പാഴാക്കാറില്ല. കല്യാണം കഴിച്ചതാണ്, ഭാര്യ നാട്ടിലാണ്, ഫയൽ ചെയ്തിട്ടുണ്ട്, വരാൻ. എന്തോ ദുഃഖം പിന്നെ വേറൊന്നുമില്ല. പിന്നെ പ്രൊഫഷണൽ വൈസാണ് ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. നമ്മളിവിടെ അടുത്തൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതെല്ലാം ദൈവം വെച്ചെല്ലാം നന്നായിട്ട് പോകുന്ന കാര്യങ്ങൾ. അതൊക്കെ പതിനായിട്ട് ഞാൻ കാണുന്നില്ല. ഭയങ്കര ഒരു ചുമതലയായിട്ട് ഞാൻ കാണുകയാണ്. മെമ്പറിനെ തരാം. കുറച്ചു മുന്നേ ചേച്ചി പാടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെ നല്ല പാട്ടായിരുന്നു. അങ്ങനെ ഒരു തമിഴ് പാട്ടാണ്. തമിഴ് പാട്ട് പക്ഷെ ഒരു ക്രിസ്ത്യൻ സോങ് ആണ്. ക്രിസ്ത്യന്റെ ഒരു തമിഴ് പാട്ട്. അങ്ങനെ അറിയില്ല എനിക്ക്. മഴകാല കണ്ണുകൾ എന്നെ കണ്ടതാറ് முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன். உம்மழகான கண்கள் என்னை கண்டதாரே முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன். யாரும் அறியாத என்னை நன்றாய் அறிந்து தேடி வந்த நேசரே. யாரும் அறியாத என்னை நன்றாய் அறிந்து தேடி வந்த நல்ல நேசரே. உம்மழகான கண்கள் என்னை கண்டதாரே முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன். താങ്ക് യു. കുഞ്ഞാടുകളെല്ലാം ഞാൻ മേയ്ക്കണമെന്ന് ഹൈവേ മൊബൈൽ അച്ഛാ ഞങ്ങളൊരു സബ്ഡിവിഷൻ മൊത്തം ഇതേ സബ്ഡിവിഷനാണ്. ഇത് പാമ്പാടി തൃശ്ശൂർ സബ്ഡിവിഷൻ. ഗുഡ് മോർണിംഗ് എവരിബഡി. എൻ്റെ പേര് ആന്റോ പറമ്പിൽ. എൻ്റെ വൈഫ് ലവ്ലി. ഇത് ഞങ്ങളുടെ ബന്ധുക്കാരാണ് മാത്യു. എൻ്റെ പേര് ആന്റോ പറമ്പിൽ. അതെൻ്റെ വൈഫ് ലവ്ലി. ഇവര് ഞങ്ങളുടെ ബന്ധുക്കാരാണ് മാത്യു ആൻഡ് ലിസി. എൻ്റെ രണ്ടാമത്തെ മകളെ കെട്ടിയിരിക്കുന്ന ഇവരുടെ മകനാണ്. ഞങ്ങള് നാട്ടില് ഞാൻ തൃശ്ശൂര്, ലവ്ലി കുറവിലങ്ങാണ്. പിന്നെ ഞങ്ങൾക്ക് 2 പെൺമക്കളാണ്. മൂത്ത മകള്
കെട്ടിയിരിക്കുന്നത് ജോയ് തയ്യലിൻ്റെ മകനാണ്. അവര് കനാനായ കാത്തലിക്ക്. രണ്ടാമത്തെ ആളെ കെട്ടിയിരിക്കുന്നത് ഇവര് യാക്കോവ. അപ്പൊ മൂന്ന് ഡിഫറെന്റ് ഇതിലാണ് പിന്നെ ഞാനിവിടെ ഫാർമസിസ്റ്റ് ഹ്യൂസ്റ്റണിൽ ഫാർമസിസ്റ്റായി ജോലി ചെയ്യുന്നു. രാവിലെ നേഴ്സായിരുന്നു, റിട്ടയർഡ് 5 years ago. മാത്യു ഈ ചർച്ച ഈ ഗ്രൂപ്പിൽ വരാൻ എങ്ങനെ ഈ ഗ്രൂപ്പില് മാത്യു പറഞ്ഞിട്ടാണ് വന്നത്. എങ്ങനെ വന്നു പറ്റി ഞങ്ങളെ സഹിച്ചേ പറ്റൂ. നമസ്കാരം everybody. என் பேர் வந்து மேத்யூ. என் மனைவி லிசி இங்க இருக்கு. ரொம்ப அழகா இருக்கு. அது நீங்க தமிழ் பேசுறியா? அப்பா அம்மா எல்லாருமே தமிழ் பேசுறாங்க. எனக்கு கொஞ்சம் மலையாளம் அறியும். ஆனா தமிழ் பேசுறதுக்காக எனக்கு நல்ல விருப்பம் இருக்கு. நல்லா இருக்கும். சரிதான். ஆனால் நான் மஸ்கல்ல இருந்தப்போ ஒரு மட்ராஸ் போய் தான் என் ஃப்ரெண்டு என் ரூம்மேட்டு அந்த மாதிரி எனக்கு நல்லா தமிழ் പിന്നെ கொஞ்சம் മലയാളം தெரியும். എനിവേ വിനോദമായിട്ടുള്ള ബന്ധത്തിൽ വിനോദ് പറഞ്ഞു. അപ്പം ഞാൻ എന്നോട് പറഞ്ഞു CSIക്കാരാണ് ഗ്രൂപ്പിൽ ഭൂരിപക്ഷം ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ട്? ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. CSIക്കാരെ എല്ലാവരും എനിക്കറിയാവുന്നവരാ. പള്ളിയിലുള്ള മുഴുവൻ പേരെയും ഈ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ വരാത്തവരെ മുഴുവൻ പേരെയും എനിക്കറിയാം. കണ്ടിപ്പാ ആമാ എനിക്കൊരു ചെറിയൊരു കടയുണ്ടായിരുന്നു, ഒരു പെട്ടിക്കടയുണ്ടായിരുന്നു ഇവിടെ. നോണ്ടിയ സൂപ്പർ മാർക്കറ്റ് എന്നൊരു ഇതുണ്ടായിരുന്നു. പറയില്ല. ശരിയമ്മാ, നിങ്ങൾ നല്ല പേസ് എത്തവേ തെഞ്ചാച്ചു. സോ നമ്മളിങ്ങനെ ഒരു ഇത് വന്നു. അപ്പം വിനോദ് പറഞ്ഞു, എല്ലാവരും പറഞ്ഞു, സന്തോഷമായിട്ട് വന്നു, കണ്ടു. തമിഴ് പാട്ട് ഊര് വന്ന് പാമ്പാടി, മനവി വന്ന് മണവയോട്. ഇനിയിപ്പോ മയിലാടും. ആ ഓക്കെ പാമ്പാടി ഇനിയിപ്പോ മയിലാടി തുടങ്ങും. പാട്ട് ഒരു പാട്ട് പാടി തരികയോ പതിക്കുന്ന ശരിയല്ലല്ലോ. താങ്ക് യു. വെൽക്കം CSI. അതുകൊണ്ടാണ് ഞാൻ തമ്മിൽ പറഞ്ഞത്. എൻ്റെ പേര് ലവ്ലി. ഇവിടെ താമസിക്കുന്നു. കോട്ടയം ഡിസ്ട്രിക്ട്. 1981 ഇപ്പം കൊച്ചുമക്കളെ നോക്കുന്നു. ലവ്ലി പാട്ട് പാടുക. ഒരു പാട്ട് 2 ലൈൻ. ഹിന്ദി ആയാലും കുഴപ്പമില്ല. ഹിന്ദി ഐഡിയൽ കപ്പിൾസ് അല്ലേ? താങ്ക് യു. ദൈവം നമുക്ക് ഇന്നൊരു സന്തോഷത്തിന്റെ ദിവസം തന്നതിനായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കാലാവസ്ഥയുടെ വലിയ പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ദൈവം അതിന്റെ മധ്യത്തിൽ നിന്ന് ദൈവമേ നമ്മളെ ഇത്രത്തോളം അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. ഏറ്റവും വലിയത് ഒരു കൺഗ്രാജുലേഷൻ എല്ലാവർക്കും ഉണ്ട്. 4:40 ആയപ്പോൾ നമ്മുടെ പള്ളിയുടെ പരിസരം മുഴുവൻ നമ്മൾ വരാനുള്ള ഒരു എന്തോ ഒരു ഉത്സാഹം. അതായത് നമുക്ക് അതെ പള്ളി പോലും അതെ ഞാൻ പറയുന്നില്ല, എങ്കിലും പറയാതെ പറഞ്ഞു പോയി. നമുക്ക് നമ്മളെ കൊണ്ടുപോകേണ്ട വാഹനം
എന്റെ വലിയ കൺസേൺ വലിയ വാഹനം വരുമ്പം അവിടെ തുറന്നില്ലെങ്കിൽ എന്തായിരുന്നതായിരുന്നു കൺസേൺ. പക്ഷെ നോക്കണേ, നമ്മളെല്ലാരും കൊണ്ട് പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ആ വാഹനം വന്നത്. എല്ലാം എത്രത്തോളം അതെ 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 സോറി എത്രയും ചന്തവും മനോഹരമാക്കി തീർത്ത് നമ്മുടെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതിലുപരിയായിട്ട് ഇങ്ങനത്തെ ഒരു അവസരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചരിത്രത്തിലെ ഒരു വലിയ സംഭവമാണ്. നമ്മളൊക്കെ എത്ര പ്ലാൻ ചെയ്തെങ്കിലും തക്ക സമയത്തൊക്കെ പറ്റാതെ പോയിട്ടുണ്ട്. നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. നമ്മൾ ഇന്നത്തെ ഈ ബസ് ഇതിന്റെ കംഫർട്ട് നമ്മൾ ഇന്ന് വരെ ആരും എത്ര പേര് അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പുറത്തുനിന്ന് കാണാനും അകത്തുനിന്ന് കാണാനും നമ്മൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇത് എത്രയും ക്ലീനായിട്ട് നമ്മുടെ അവസാനം വരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കതൊരു വലിയ അവിസ്മരണീയ സംഭവമായിരിക്കും. എല്ലാവർക്കും എന്റെ അഭിനന്ദനങ്ങള്. പിന്നെ 1-2 പേരെ പ്രത്യേകം പരിചയപ്പെടുത്താൻ അതിന് ഏറ്റവും സന്തോഷം. ഞങ്ങളുടെ ഒരു ബെസ്റ്റ് ഞങ്ങളുടെ ചെറുപ്പം തൊട്ടുള്ള ഒരു വലിയൊരു ഫ്രണ്ടാണ് ലാലി. ഞങ്ങളുടെ എന്റെയും പിന്നീട് ഞങ്ങളുടെ ചെറുപ്പം തൊട്ട് ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗം. കാരണം ഞങ്ങളുടെ ഏറ്റവും ഇളയ പെങ്ങള് ഷേർലി വെല്ലൂർ CMC ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുത്തെ ക്ലോസസ്റ്റ് ഫ്രണ്ട്. അതിലുപരിയായിട്ട് ഞങ്ങളുടെ റിലേഷനാണ്. ഞങ്ങളുടെ മല്ലപ്പള്ളിയിലാണ്. എൻ്റെ കൊച്ചമ്മയുടെ ചേട്ടൻ്റെ പെങ്ങളുടെ മകളാണ്. ഇരുപേരിലാണ് വീട്. ചെറുപ്പം തൊട്ട് ഞങ്ങളുടെ വീടുകളിൽ വരികയും അതിലേറ്റവും സന്തോഷം. അതുപോലെ തന്നെ നമ്മുടെ പള്ളിയിലെ മെമ്പേഴ്സ് അല്ലാതെ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള നമ്മുടെ മാത്യു, അവരുടെ ബന്ധുക്കാരൻ, അവരെല്ലാം നമ്മളോട് സഹകരിക്കുന്നതിൽ ഈ ഹൂസ്റ്റണിൽ നമുക്ക് ഇത്രയും സഹകരണം കിട്ടാന്ന് പറഞ്ഞാൽ നമ്മൾക്ക് തന്നെയാണ് അതിന്റെ താങ്ക് യു. എനിക്ക് ഏറ്റവും സന്തോഷം അച്ഛനും ഫാമിലിയും നമ്മളോട് വരുന്നുണ്ടാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, എന്റെ ഏറ്റവും വലിയ സന്തോഷം ഞാൻ എത്ര നേരിട്ട് പറഞ്ഞു. ഏറ്റവും വലിയ സന്തോഷം അച്ഛൻ കണ്ട ഒരു ഇടയൻ ഞങ്ങളെ വെറുതെ വിടുന്നതല്ല. മോശയോട് കൂടെ ഞാൻ നിന്നോട് കൂടെ വരുമെന്ന് പറഞ്ഞത് അച്ഛനും ഫാമിലിയും നമ്മളോടുള്ളത്. എന്റെ പേര് സണ്ണി മാത്യു, മാത്യു. ഞാനും എന്റെ ജ്യേഷ്ഠനും എന്റെ നേരെ ഇളയ പെങ്ങളും ജനിച്ചത് മല്ലപ്പള്ളിയിലാണ്. മല്ലപ്പള്ളി കല്ലുമണിയപ്പുറത്ത് എന്ന് പറയും, ആനിക്കാട് പുറത്ത്. പക്ഷെ എന്റെ മദർ CMS സ്കൂൾ കൂത്രപ്പള്ളി അവിടെ ജോലി കിട്ടി. അവിടെ 2 വയസ്സ്, എനിക്ക് 2 വയസ്സുള്ളപ്പം എന്നെയും കൊണ്ട് അമ്മ വല്ലപ്പള്ളിയിൽ നിന്ന് എന്നെ എടുത്തുകൊണ്ടാണ് ഷോർട്ട് കട്ട് വഴി കയറി നടന്ന് കൂത്രപ്പള്ളി ചെല്ലുന്നത്. എന്നിട്ട് അവിടെ അടുത്തോടെ ഇഞ്ചക്ടറോട് പറക്കുന്ന വീട്ടിൽ എന്നെ കൊണ്ട് വെച്ചിട്ട് സ്കൂളിൽ പോവും. അത് കഴിഞ്ഞ് എൻ്റെ ഫാദർ അന്ന് നോർത്ത് പറവൂരിലെ ഗവൺമെന്റ് സ്കൂളിലായിരുന്നു. അപ്പൊ അമ്മ അങ്ങനെ ഒരു 3 മാസത്തോളം അങ്ങനെ നടന്നു. പിന്നെ അമ്മ അവിടെ അടുത്ത് ഇഞ്ചക്ലോടി എന്ന് പറയും, നമ്മുടെ ഫിലിപ്പോസ് അച്ഛൻ, നമ്മുടെ സീസയില് അച്ഛന്റെ ഭവനത്തില് ഞങ്ങൾക്കൊരു അഭയം തന്നു. പിന്നെ അവിടെ വീട് സ്ഥലം മേടിച്ചു. അങ്ങനെ കൂത്രപ്പള്ളിയിൽ ഞങ്ങള് താമസിച്ചു. ജ്യേഷ്ഠനും ഞങ്ങളും എല്ലാവരും എൻ്റെ വിദ്യാഭ്യാസത്തിനൊക്കെ പോയത് അവിടെ നിന്ന് എല്ലാത്തിനും നല്ലതായിരുന്നു. കാരണം ചങ്ങനാശ്ശേരി, കോട്ടയം എല്ലാം വളരെ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം. അമ്മ 30 വർഷക്കാലം CMS സ്കൂൾ കൂത്രപ്പള്ളിയുടെ ഹെഡ്മിസ്ട്രസ്സായിട്ട് അമ്മ ജോലി ചെയ്തു. അമ്മ എൻ്റെ കൂടെ ഫാദർ 90-ൽ മരിച്ചുപോയി. അമ്മ കുറേ വർഷങ്ങൾ തനിച്ച് നാട്ടിലുണ്ടായിരുന്നു. 2001 അവിടെ ഹോസ്റ്റലിൽ വന്ന് വീട് മേടിച്ച് അമ്മയെ കൊണ്ടാൻ വേണ്ടിയിട്ടാണ് അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. 2012 അമ്മ മരിച്ചു. 2012 ഇവിടെ ആണ് അടക്കം ചെയ്തിരിക്കുന്നത്.
ആ ദൈവം ഞങ്ങളെ നടത്തുന്നു. ദൈവം വലിയവനാണ്. ദൈവത്തിന്റെ കരുതലും കാവലും അറിയാൻ സാധിച്ചു. എനിക്ക് 2 വയസ്സുള്ളപ്പം മണിമലയാറ്റിലെ ഒരു വലിയ വെള്ളപ്പൊക്കത്തിന് ജൂൺ മാസത്തിൽ അമ്മ എന്നെയും തോളിൽ വെച്ചുകൊണ്ട് അവിടെ ഹൈസ്കൂളിൻ്റെ അവിടെ നിന്ന് മണിക്കൂർ വൈദ്യുതി അവിടെ നിന്ന് മരുന്ന് മേടിച്ച വള്ളത്തിൽ നിന്ന് വരുമ്പം കാറ്റടിച്ച് എന്നെ അമ്മയും കൂടെ വെള്ളത്തിൽ വലിച്ചിട്ടതാണ്. പക്ഷെ ദൈവം അവിടെ ഞങ്ങളെ എൻ്റെ കാര്യം അന്ന് തൊട്ട് അമ്മ കാണുന്നവരോടെല്ലാവരോടും പറയും ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഏതൊരു മനുഷ്യനെ കണ്ടാലും അമ്മ സാക്ഷ്യം പറയുമായിരുന്നു ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. കാരണം അമ്മയെ പറയും. അതെ, എല്ലാവർക്കും സന്തോഷകരമായ ട്രിപ്പ് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കും. മമ്മി ഒരു പാട്ട് പാടും. മമ്മി ഒരു പാട്ട് പാടും. മമ്മി ഒരു പാട്ടിന് സണ്ണിച്ചാനെ പോലുള്ള മെമ്പേഴ്സ് വേണം നമുക്ക്. ഞാൻ പള്ളി വക്കീല് ഭാര്യ ഒന്ന് പറയണ്ടല്ലോ, എല്ലാവർക്കും മനസ്സിലായല്ലോ. എന്റെ മകൾ അതെ, ഞാൻ കല്യാണം കഴിച്ചു. ഞാനൊരു മർത്തോമക്കാരിയാണ്. വന്ന് നല്ലതായിട്ട് ഒക്കെ പോകുന്നു. പിന്നെ എന്റെ പേര്, ഞങ്ങൾക്ക് 3 മക്കളെല്ലാവരും ഹൂസ്റ്റണിലുണ്ട്, കൊച്ചുമക്കളുണ്ട്. സന്തോഷമായിട്ട് ജീവിക്കുന്നു. എനിക്ക് ഭാഷ അറിയാവുന്നത് ഹിന്ദി, പൊക്കിത്തോ, സ്പാനിഷ്, കുറച്ച് മലയാളം, കുറച്ച് ഇംഗ്ലീഷ് അറിയാം. അപ്പൊ അത് തെളിയിക്കാൻ ഒരു ചെറിയൊരു പാട്ട് ഹിന്ദിയുടെ സമയം അധികം കളയുന്നില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം കൊച്ചു മണിക്കൂർ കൊച്ചുകൂറിലെ തൊട്ട് പ്രസംഗമാണ്. 12 മണിക്കൂർ. അപ്പൊ ഞാൻ ആദ്യം ഒരു ഹിന്ദി പാട്ട് പാട്ടായിരുന്നു. മലയാളം കുറേശ്ശെ അറിയുള്ളൂ. അതെ, യേശു നല്ലവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ, നല്ലവൻ എനിക്ക്. ഹിന്ദി യേശു അച്ഛാ ഹേ, യേശു അച്ഛാ ഹേ, യേശു അച്ഛാ ഹേ, അച്ഛാ ഹേ മുझको. ഇത് ഇംഗ്ലീഷ്. ഓ ജീസസ് ഗോഡ്, ഓ ജീസസ് ഗോഡ്, ഓ ജീസസ് ഗോഡ്, ജീസസ് ഗോഡ്. സ്പാനിഷ് പറയാം, പക്ഷെ തൊണ്ടയ്ക്കൊരു വേദനയുണ്ട്. കാപ്പി കുടിച്ചതാണല്ലോ. അറിയാം. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ട്രിപ്പില് സ്പാനിഷും കന്നഡ കന്നഡ ഞാന് CSI പള്ളിയുടെ വുമൻസ് ഫെലോഷിപ്പിന്റെ വൈസ് പ്രസിഡന്റ് ആണ്. ലൈറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആണ്. അതുകൊണ്ട് ഞങ്ങൾ ഒരേ കളർ ഇട്ടത്. അപ്പൊ പിന്നീട് ഒരു പാട്ടൂടെ തമാശ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ യാത്ര സന്തോഷിക്കട്ടെ. ദൈവം വെച്ച് നമുക്ക് ഇതുപോലെ തിന്നൊന്ന് പോകാം. സിനിമ പാട്ട് ഒരു ലൈൻ ജ്ഞാനായ പാട്ടായാലും കുഴപ്പമില്ല. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഹലോ, എന്റെ പേര് സാജൻ. ലാസ്റ്റ് നെയിം ഈസ് കോശി. എനിക്ക് 2 പെൺമക്കള്. മുമ്പ് അങ്ങനെ പറഞ്ഞാല് ഒരു ഭാര്യ. ഭാര്യക്ക് ജോലി ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല. ഞാൻ പിന്നെ ഇവരോട് ഒരു എൻജോയ് ചെയ്യാനിട്ട് നടന്നതാണ്. കഴിഞ്ഞ തവണ അതാ പറഞ്ഞു. പിന്നെ ലാസ്റ്റ് മിനിറ്റ് എടുത്ത തീരുമാനമാണ്, അതുകൊണ്ട് വരാൻ പറ്റി. നല്ലൊരു ട്രിപ്പാണ്. ഇതുപോലെ നമുക്ക് ഇനിയൊന്ന് കൂടണം, ഇതുപോലെ പോകണം. എന്താ കേട്ടില്ല? നിങ്ങൾ ഉദ്ദേശിച്ച കൂടുതലല്ല. ലൈറ്റ് ജോയിൻ ചെയ്താൽ മതി. പിന്നെ
தமிழ் தெரியும் கொஞ்சம் கொஞ்சம். നെയ്വേലില് 2 വർഷം. കുമളി പൊൻകുന്നം നമ്മുടെ പ്രിയപ്പെട്ട പൊൻകുന്നം വർക്കിയുടെ നാട്ടിലാണ്. പിന്നെ ബാബു ആന്റണി, ഞങ്ങളെല്ലാം പൊൻകുന്നംകാരാണ്. കാരോട്ട അറിയത്തില്ല, കാരോട്ട കാണുമ്പോ ഓടും. പൊറോട്ട അറിയാം. പൊറോട്ട അറിയാം. പിന്നെ വേറെ എന്തോ പറയാനാണ്, നമുക്ക് എൻജോയ് ചെയ്യണം. 2 പാട്ട് പാടിക്കേ. 2 പാട്ട് കേട്ടില്ല. 2 പാട്ട് വരുമ്പോ തമിഴാ പറയുന്നത്, വഴക്ക് കൊടുക്കുന്നത് തമിഴാ. കാരണം പിള്ളേർക്ക് തമിഴ് അറിയത്തില്ല. 2 പാട്ട് എന്റെ അപ്പ വന്ന് നാഗർകോവില്, അമ്മ വന്ന് മദ്രാസ്. താങ്ക് യു. സഹജ ഒരു പാട്ട് പാടും, ഒരു 2 ലൈൻ പാടിക്കേ. മോനെ ഒരു പാട്ട് പാടണേ. ചുമ്മാ ഒരു കൊച്ചു പിള്ളേരാ, 10ാം സ്റ്റാൻഡേർഡ് പഠിക്കുന്നവരാ കേട്ടോ. ചേട്ടൻ പറഞ്ഞോ. ഹലോ, എൻ്റെ പേര് ആശിഷ്. ഞങ്ങള് നാട്ടിൽ കഞ്ഞിക്കൽ പണ്ടേ പറഞ്ഞ ഇങ്ങോട്ട് വരാൻ. 2019 ആദ്യമായിട്ട് യു.എസിൽ വരുന്നത്. ഇപ്പം 5 വർഷമായി ഇവിടെ വന്നിട്ട്. ഡാഡി മമ്മി വന്നില്ല. കല്യാണമായില്ല. എന്റെ പേര് ആഷിഖ്. ഈ പറഞ്ഞതിന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ കഴിഞ്ഞില്ല, കല്യാണം കഴിഞ്ഞില്ല. കല്യാണം കഴിഞ്ഞിട്ടില്ല. എനിക്ക് പ്രായം ഒരു വിഷയമുള്ള കാര്യമല്ല. കേട്ടോ. പിന്നെ എനിക്ക് ഹിന്ദി, തമിഴ്, അറബി, സ്പാനിഷ് ഇതൊന്നും എനിക്കറിയത്തില്ല. മലയാളം മാത്രം ഞാൻ സംസാരിക്കുന്നത്. കാര്യം പറഞ്ഞു നിർത്തുന്നു. നന്ദി. മോനെ കോട്ടയത്ത് ഒരു പാട്ട് പാടിക്കാം. മോനെ ഒരു പാട്ട് പാടിക്കും, ഒരു 2 ലൈൻ പാടിക്കും. ഇതാണ് മായ. ഒരു പാട്ട്. എന്റെ ഒരേ ഒരു ഭാര്യ. എന്റെ പേര് മായ. ഞാന് കോട്ടയത്ത് അടുത്ത് മണ്ണർകാട് ഇടവകയായിരുന്നു. എന്റെ വീട്ടുപേര് ഉറവയ്ക്കൽ. ഞങ്ങളുടെ വീട്ടുപേര്. ബാക്കി ഞാൻ പറയാം. എന്റെ പേര് ടോം. വീട്ടിലെ ബാബു എന്ന് വിളിക്കും. കോട്ടയം സിംസ് കോളേജിൽ ഒരു അധ്യാപകനായിരുന്നു. അവിടെ നിന്ന് ലീവ് എടുത്ത് പോരുന്നതാണ്. മുങ്ങി നടക്കുകയാണ്. പക്ഷെ റിട്ടയർ ചെയ്തു. കുഴപ്പമില്ല. ഞങ്ങൾ താമസിക്കുന്നത് മിസോറി സിറ്റിയില് ആവലോൺ പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞങ്ങൾക്ക് 2 മക്കളാണ്, ഒരു മകനും ഒരു മകളും. മകൻ അരുണ് ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്, സെയിം ഡെവലപ്മെന്റിൽ തന്നെ. എൻ്റെ വൈഫ് പ്രതിഭ നമ്മുടെ രവി വർഗീസിന്റെ മകളാണ്. പിന്നെ ഞങ്ങൾക്കൊരു മകളുള്ളത് റാണി. അവള് ഇപ്പോൾ നോർത്ത് കരോളിനയിലാണ്. കല്യാണം കഴിച്ചങ്ങോട്ട് പോയിരിക്കുകയാണ്. ഹസ്ബൻഡിന്റെ പേര് ആൻഡ്രൂ. അവര് അടിമാലിക്കാരാണ്. അവർക്കൊരു കുഞ്ഞ്. അരുണിന് മകന് 2 കുഞ്ഞുങ്ങള്. അങ്ങനെ 3 കൊച്ചുമക്കളും ഉണ്ട്. And another one is expecting maybe in November for our daughter. Okay, thank you everybody. Thanks for the introduction. Okay. Okay. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടല്ലോ.
സോമന്റെ വൈഫ് ലീലാമ്മ മുന്നോട്ട് വരണം. ഇന്ന് വരെ ഒരാൾ വിളിച്ചിട്ട് പോയിട്ടില്ല. ഞങ്ങള് സാറന്മാരാ വിളിക്കുന്നത് കേട്ടോ. സാറന്മാരെന്ന് പറഞ്ഞോണ്ടായിരുന്നു. പേര് പറഞ്ഞോ. പിടിച്ചോളെ. എന്റെ പേര് ലീലാമ്മ, സോമന്റെ വൈഫ്. മല്ലപ്പള്ളിയിലാണ് ഞങ്ങളുടെ വീട്. മല്ലപ്പള്ളി തിരുത്തിക്കാട്. എന്റെ ബ്രദറാണ്. വർഷങ്ങളായി ഇവിടെ അമേരിക്കയിലാണ്. ഇവിടെ എത്ര ബ്രദേഴ്സ് ഉണ്ട്? 2 ബ്രദേഴ്സാണ്. ഞാനാണ് ഏറ്റവും ഇളയത്. ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, 3 വർഷം മുമ്പ് മരിച്ചുപോയി. ഇപ്പം ഞങ്ങൾ 3 പേര് ലൈവ് ഉണ്ട്. ഇങ്ങനെ ഇരിക്കുന്നു. നേഴ്സായിരുന്നു, റിട്ടയർമെന്റ് എടുത്തു. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഞങ്ങൾ സൺഡേ തിരിച്ചു ഉണ്ണിയപ്പം കാണാത്തവർക്ക് കൊടുക്കും. ഉണ്ണിയപ്പം അവിടുന്ന് ഉണ്ണിയപ്പം കൊടുക്കല്ലേ. welcome. നിങ്ങൾ പാടല്ലേ, ഞങ്ങൾ പാടും. അത് തന്നെ. അവൻ വഴികളെ ഞാനറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. കൃപയിൽ ഞാൻ ആശ്രയിച്ച അവൻ വഴികളെ ഞാനറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനോട് ചുവടുകളെ. എന്നൊരു പാട്ട് പാടും. പാദം ഗതിയേ അടിയാനേ ശുഭമതിയേ. എപ്പോൾ വരോ പ്രിയനേ
അമ്മേ ആശ്രയിൽ പോ. വഴിയുണ്ട്. There's a word in English, and that word is pronounced the same if you take away 4 of its letters. 4 of its. It's a 5-letter word. If you take out 4 of it, Q. did you see that? No, I didn't see. Yeah. That's correct. Yeah. Whatever. Okay. Okay, David's father has 3 sons: Snap, Crackle, and who's the third one? Good. Oh no, are you sure? Oh, David. Correct. If you multiply me by any other number, the answer will always remain the same. Similar to 1. 0. correct. That's correct. Which word in the dictionary is always spelled incorrectly? Incorrectly. എന്നിട്ട് സെർച്ച് ചെയ്തല്ലേ? എല്ലാം പഠിച്ചതാണേ, പഠിച്ചതല്ലേ? മുഴുവൻ പഠിച്ചിട്ട് വന്നതാ. ഉൽപ്പത്തി മുതല്. എല്ലാവരും പ്രിപ്പയർഡ് ആണോ? അയ്യോ, ഏത് ചോദ്യവും. If there are 3 cups of sugar and you take 1 away, how many do you have? 2. Yeah. If there are 3 cups of sugar and you take 1 away, how many do you have? 3 cup. One more time. If there are 3 cups of sugar and you take 1 away, how many you have? 1. ആലോചിക്കാൻ സമയം തരിക. ഞാനൊന്ന് നേരെ നിൽക്കാൻ. Okay, which will burn longer? The candles on the birthday cake of a boy or the candles on the birthday cake of a girl? Okay, again, it's a tricky question. Which will burn longer? The candles on the birthday cake of a boy, candles on the birthday cake of a girl? Girl, because അതിന് 4 ഉണ്ട്. 4 ലെഫ്റ്റ്. ആദ്യത്തെ പാട്ടൊന്നുകൂടെ ചിന്തിച്ചു നോക്കി. Which will burn longer? The candles on the birthday cake of a boy or a girl? Candle won't burn longer. It burns shorter. Okay. നേരെ നിൽക്കണം കേട്ടോ. Okay, അല്ല, എനിക്കിത് നിൽക്കണം. ക്യാൻഡിൽ വേണം. പണ്ട് കണ്ടിട്ട് രക്ഷപ്പെട്ടു. ഞാൻ പഠിച്ചത് a plane crashed between the border of Canada and America. Where do you bury the survivors? സർവൈവേഴ്സ് നമ്മൾ പറയുന്നത് ഇതിനാ. എനിക്ക് വയ്യ. അത് സാറേ കാനഡയിലും അമേരിക്കയിലും താമസിച്ചുകൊണ്ട് പഠിച്ചതാ. അല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാവുന്നില്ല. They were there. Okay, next one. In a bus, not in this bus, there's a 26-year-old pregnant lady, a 30-year-old policeman, and a 52-year-old random woman. And the driver, who is 65 years old, who is the youngest? It's kind of a ഇൻസൈഡിലുള്ള കൊച്ചോ ആണ്. ഇതിന്റെ തല എവിടുന്ന് കിട്ടി? അയ്യോ. That's correct. The pregnant lady. Yeah, the baby in pregnant lady. ഗോപി പേപ്പർ ഉണ്ടായിരുന്നു. ഇല്ല ഞാൻ കണ്ടിട്ടില്ല. സത്യം മാത്രമാണ് മുഴുവൻ ബുദ്ധിയാണ്. എന്നാ ഒടുക്കത്തെ ബുദ്ധിയാണ്. Okay, next one. A boy and an engineer were fishing. The boy is son of the engineer, but the engineer is not the father of the boy. ജോസഫ് Then who is the engineer?
Mother, mother. ഗോപിയെ Engineer is the mother, so he's not. Yeah. ഗോപിക്ക് നല്ല ടഫായിട്ടാണ് വന്നത്. വിളിച്ചാൽ പറഞ്ഞതല്ലോ നോക്കിയില്ല അതിന് ആൻസർ I know. വെറുതെ വിനയ്